Hello my dear friends, Assalamu alaikum. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ ഗാർഡനിൽ ഉണ്ടായ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇത് എൻ്റെ ഗാർഡനിലുള്ള zzplant ആണ്. നല്ല ബുഷി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ zzplantനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഇലകളും അതുപോലെ തണ്ട് വെച്ചിട്ടൊക്കെയുള്ള പ്രൊപ്പഗേഷന് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ വിശദമായിട്ട് എല്ലാതും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതിലങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ zzplantന് ഫ്ലവർ വന്നു, അതൊന്ന് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ zzplantന് ഫ്ലവർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഫ്ലവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടാൽ ഇത് അഗ്ലോണിമ അതുപോലെ ആന്തോറിയത്തിൻ്റെ ഒരു ഫ്ലവർ പോലെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഞാനൊരു ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ്. പക്ഷേ zzplantൻ്റെ ഫ്ലവറിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ആരും പറയുന്നില്ല. ജസ്റ്റ് പ്രൊപ്പഗേഷൻ മാത്രമൊക്കെ വിശദീകരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഫ്ലവർ ഒരു ന്യൂ അറിവ് തന്നെയാണ് കേട്ടോ എനിക്ക്. കണ്ട ഇതൊരു തണ്ടുമെന്ന് നീണ്ടിങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെയുള്ളൊരു പ്രതലത്തിൽ നിന്നാണ് ഇപ്പം ഇത് ഇങ്ങനെ ഫ്ലവർ ആയി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം ഇത് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അതെന്താണെന്നറിയില്ല, കണ്ടു നോക്കാം ഫ്ലവർ തന്നെ ആണോന്ന്. പിന്നെ വേറൊരു തയ്യുമെന്ന് കണ്ട ഇത് ഒരു ഫ്ലവർ വേറെയും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ മൊട്ടുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയൊരു വീഡിയോ. ഇതുപോലെ ഇങ്ങനെ റയറായിട്ടൊരു ഫ്ലവർ കണ്ടപ്പോൾ എന്തായാലും വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ zzplantൻ്റെ ഫ്ലവർ കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.